Hi friends, let's continue the activities of a shipwrecked sailor. അല്ലെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ആക്ടിവിറ്റീസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആക്ടിവിറ്റി 3 നോക്കാം. Which events in the story do you think is the most tragic one? What do you mean by tragic? എന്താ ട്രാജിക്, എന്താ ട്രാജഡി? ദുരന്തം അല്ലെ, ഏറ്റവും ദുരന്തമുള്ള ഒരു ഇവന്റ് ആയിട്ട് ഒരുപാട് പേര് ഡ്രോൺ ചെയ്തല്ലോ, 4 ആളുകളും മരിച്ചുപോയി. അതിൽ ഏറ്റവും ഒരു ട്രാജഡി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് ആരുടെ മരണമാണ്? ഏത് കേട്ടപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും വളരെയധികം സഹതാപം തോന്നിയത് അല്ലെ? വളരെ ഒരു ട്രാജഡി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് ആരുടെ ഇവന്റ്സ് കേട്ടപ്പോഴാണ്, എന്തുകൊണ്ടാണ് എന്ന് ചോദ്യം. ഓക്കെ, ചിലപ്പോൾ എനിക്ക് തോന്നിയതാവില്ല നിങ്ങൾക്ക് തോന്നിയത്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നിയത് വേറെ ആളുടേതാണെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. അതല്ല എനിക്ക് തോന്നിയതാണ് നിങ്ങൾക്കും എന്നുണ്ടെങ്കിൽ ഇത് തന്നെ എഴുതി വെക്കാം കേട്ടോ. സോ ഇവന്റ്സ് കാരബെല്ലോ ഹാഡ് വാനിഷ്ഡ് വിത്ത് കാസ്റ്റലോ. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള ഇവന്റ്സ് ആയിരുന്നു. എന്നാൽ അത് എന്തുകൊണ്ടാ? ഇതിൽ ഏറ്റവും അടുത്തെത്തിയിട്ട് ആ വലിയൊരു തിരമാല വന്നപ്പോഴാണ് അവർക്ക് ജസ്റ്റ് അവർ കയറാനായിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ അടുത്ത് ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് ടൈമാണ് അദ്ദേഹം കാസ്റ്റിലോ അദ്ദേഹത്തിന്റെ അവിടെ ഹാങ് ചെയ്ത് എത്തി. അടുത്തെത്താൻ സമയത്ത് ഒരു ചെറിയൊരു പിടുത്തത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ഒരു വലിയ തിരമാല വന്നിട്ട് അവരെ അങ്ങ് കൊണ്ടുപോയത് അല്ലെ. അപ്പൊ അത് വളരെ മറ്റുള്ളവർക്ക് എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ദൂരെ തന്നെ ആയിരുന്നു അല്ലെ. സോ അതുപോലെ അഗെയിൻസ്റ്റ് ആയിട്ടും കാറ്റിന് അഗെയിൻസ്റ്റ് ഒക്കെ ആയിട്ടായിരുന്നു അദ്ദേഹത്തിന് തുഴഞ്ഞു പോകാനൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അദ്ദേഹം ഒരു വിധത്തിൽ അടുത്തെത്തിയവരായിരുന്നു. പക്ഷെ അപ്പൊ അത് നമുക്ക് എന്തായി, വളരെയധികം എനിക്കത് എന്തായി, ഇതാണ് ഏറ്റവും കൂടുതൽ ട്രാജഡി ആയിട്ട് ഫീൽ ചെയ്തത്. നോക്കാം. കാരബെല്ലോ ഹാഡ് വാനിഷ് വിത്ത് കാസ്റ്റലോ അല്ലെ. കാരബെല്ലോ കാസ്റ്റലോയുടെ കൂടെ അപ്രത്യക്ഷമായത് അല്ലെ. വാനിഷ് ആവുന്ന മീൻസ് എന്താ, അപ്രത്യക്ഷമാവുക കേട്ടോ. ഹാങ്ങിങ് ഓൺ ഹിസ് നെക്ക്, കാസ്റ്റലോ ഹാങ്ങിങ് ഓൺ ഹിസ് നെക്ക്, അദ്ദേഹത്തിന്റെ നെക്കിൽ പിടിച്ചിട്ടാണ് മിസ്സായത്. റീസൺ, കാരണം they were less than 3 meters away from the Velasco's raft അല്ലെ. റീസൺ പറയണല്ലോ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് റീസൺ? അവര് 3 മീറ്റേഴ്സിന് തൊട്ടടുത്ത് വെച്ചിട്ടാണ് അവര് കാണാതെ ആയത്. He could hold out an oar for them to grab and that moment a gigantic wave lifted the waves അല്ലെ. അവർക്ക് അദ്ദേഹത്തിന്റെ ഓർസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് റീച്ച് ചെയ്യാൻ കഴിയുന്ന ആ ഒരു ടൈമിലാണ് എന്ത് സംഭവിച്ചത്? ഒരു ജിഞ്ചാറ്റിക് വേവ് വന്നിട്ട് ആ റാഫ്റ്റ് അങ്ങ് പൊക്കിക്കൊണ്ടങ്ങ് പോയത് അല്ലെ. അദ്ദേഹത്തിന്റെ ആ റാഫ്റ്റിനെ പൊക്കി അങ്ങ് കൊണ്ടുപോയേക്കാണ് ഒരു വലിയ വേവ് വന്നിട്ട് അല്ലെ. അപ്പൊ അത്രയും ഒരു ഹോൾഡിന്റെ ആ ഒരു ചെറിയൊരു മൊമെന്റിലാണ് അത് എല്ലാം സംഭവിച്ചത്. അവരുടെ ആ ഒരു വളരെ, അതുകൊണ്ടാണ് ഇതൊരു വലിയ ട്രാജഡി ആയിട്ടുള്ള ഒരു ഇവന്റ്സ് ആയിട്ട് ഇത് ഇവിടെ പറയാൻ കാരണം. ക്ലിയർ? Then let's enrich our vocabulary activities അല്ലെ മക്കളെ. നമുക്ക് ഇനി കുറച്ച് വൊക്കാബുലറി ഉണ്ടാക്കാം അല്ലെ. ഒരു ചെറിയ ഗ്രാമർ പാർട്ട് അല്ലെ നോക്കാം. Look at the opening sentence of the story അല്ലെ. ആ സ്റ്റോറിയുടെ ഓപ്പണിംഗ് പാർട്ടിൽ my first impression was that I was actually along in the middle of the ocean അല്ലെ. ഇങ്ങനെ ഒരു ഡയലോഗ് നിങ്ങൾക്ക് അതിനെ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഞാൻ തീർത്തും കടലിൽ ഒറ്റക്കാണ് എന്നുള്ളതായിരുന്നു അല്ലെ. എന്റെ ഫസ്റ്റ് ധാരണ അങ്ങനെ ഒരു ഡയലോഗായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ഇനി അത് ഇവിടെ എന്തിനാ പറഞ്ഞു നോക്കാം. Here the narrator described his experience of shipwreck in the first person അല്ലെ. ഫസ്റ്റ് പേഴ്സൺ ആയിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് അല്ലെ. എന്റെ ഫസ്റ്റ് ധാരണ അല്ലെ, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ഫസ്റ്റ് പേഴ്സൺ ആണ് അവിടെ അല്ലെ. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ നിങ്ങൾക്ക് അറിയാലോ. എന്താ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞ? ഞാനെന്ന് പറയുന്ന വ്യക്തിയാണ് ഫസ്റ്റ് പേഴ്സൺ അല്ലെ. ഞാനെന്ന് പറയുന്ന വ്യക്തിയാണ് ഇവിടെ ഫസ്റ്റ് പേഴ്സൺ അല്ലെ. ഐ, ഞാൻ, അതുപോലെ വി, ഇത് രണ്ടുമാണ് ഫസ്റ്റ് പേഴ്സൺ അല്ലെ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് സെക്കൻഡ് പേഴ്സൺ. യു എന്ന് പറയുന്ന വ്യക്തിയാണ് സെക്കൻഡ് പേഴ്സൺ. ഓക്കെ, ക്ലിയർ? ദെൻ തേർഡ് പേഴ്സണോ, അവരെന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ അവന്, അവര്, അവള് എന്നൊക്കെ പറയുന്ന അവരാണ്. ഞാനും നിങ്ങളും അല്ലാതെ നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത് അവരാണ് തേർഡ് പേഴ്സൺ. ഓക്കെ, അപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്റെ ധാരണ. ഫസ്റ്റ് പേഴ്സൺ ആയിട്ടാണ് അദ്ദേഹം ഈ സെന്റൻസ് തുടങ്ങിയിട്ടുള്ളത് അല്ലെ. സോ ഇനി പറയുന്നത്, how would the sentence change if the expression the same in the third person? എന്താണ്? അദ്ദേഹം ഈ സെന്റൻസ് തുടങ്ങിയിട്ടുള്ളത് ഫസ്റ്റ് പേഴ്സൺ വെച്ചിട്ടാണ്. ഇതാണ് ഫസ്റ്റ് പേഴ്സൺ അല്ലെ. ഐ അല്ലെങ്കിൽ മൈ ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ വെച്ച് തുടങ്ങിയ സെന്റൻസ്
തേർഡ് പേഴ്സൺ ആക്കിയിട്ട് മാറ്റുക. എങ്ങനെയാ തേർഡ് പേഴ്സൺ ആക്കുക? ഞാൻ വെനസ്കോ എന്ന് പറയണത് അല്ലെ, ഞാന് എന്റെ ഫസ്റ്റ് ധാരണ എന്ന് പറഞ്ഞത് നമ്മൾ എങ്ങനെയാക്കി മാറ്റണം? അദ്ദേഹത്തിന്റെ ധാരണ എന്നാക്കി മാറ്റണം. അപ്പൊ അദ്ദേഹം ആരായി? തേർഡ് പേഴ്സൺ ആയി. ക്ലിയർ ആയല്ലോ? മലയാളത്തിലാണ് ആദ്യം ക്ലിയർ ചെയ്താലേ ഇംഗ്ലീഷിലോട്ട് മാറ്റാൻ കഴിയുള്ളൂ. ഇതിൽ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ, ഇത് വെനസ്കോ പറയാണ്. എങ്ങനെ? ചാപ്റ്റർ എങ്ങനെ തുടങ്ങുന്നത്? ഞാൻ വിചാരിച്ചിരുന്നത്, എന്റെ ധാരണ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. എന്റെ ധാരണ, ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഒറ്റക്കാണ് എന്നായിരുന്നു. ഇനി അത് എങ്ങനെ മാറ്റണം എന്നാണ് നമ്മളോട് പറയുന്നത്? വെനസ്കോയെ തേർഡ് പേഴ്സൺ ആക്കണം. വെനസ്കോയുടെ ധാരണ വെനസ്കോ ഒറ്റക്കാണ് കടലിൽ എന്നായിരുന്നു എന്ന് നമ്മൾ ആ സെന്റൻസ് ആക്കണം. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഞാനെന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ആക്കി മാറ്റാം. വെനസ്കോയുടെ ധാരണ എന്ന് നമ്മൾ ആക്കി മാറ്റണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ നോക്കാം. ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ്. ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള സ്പേസ് തന്നിട്ടുണ്ട്. ഡാഷ് ദ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ ധാരണ എന്ന് പറഞ്ഞത് വെനസ്കോയുടെ എന്നാക്കണം. അപ്പൊ അതിന് എന്ത് യൂസ് ചെയ്യും മക്കളെ? നമ്മൾ എന്താ ചെയ്യാറുള്ളത്? പൊതുവെ തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോ എന്താണ്? ഹി, ഷീ, ഇറ്റ് ഇങ്ങനെയൊക്കെയാണല്ലോ. പക്ഷെ നമുക്ക് ഇവിടെ ഒരു വ്യക്തിയുടെ കൂടെ നമുക്ക് തേർഡ് പേഴ്സൺ കൊണ്ടുവരണം അല്ലെ? ഒരു വ്യക്തിയുടെ കൂടെ തേർഡ് പേഴ്സൺ കൊണ്ടുവരണമെങ്കിൽ വെനസ്കോയുടെ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ പൊതുവെ എപ്പോഴും ചെയ്യുന്നതായിരിക്കും അല്ലെ? പൊതുവെ ഒരു പേരിന്റെ കൂടെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അല്ലാതെ ഹിസ് മെറോ അങ്ങോട്ട് വരരുത്. ഓക്കെ, അവന്റെ എന്താ പറയാ, രാമന്റെ അല്ലെ, രാജുവിന്റെ അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ല. അപ്പൊ ഇവിടെ വെനസ്കോയുടെ എന്ന് പറയുമ്പോ എന്ത് വരും? വെനസ്കോ എന്നിട്ടിട്ട് ഒരു അപ്പോസ്ട്രോഫി ഇട്ടിട്ട് ഒരു എസ് അങ്ങോട്ട് കൊടുത്ത എന്താ വരിക? മീനിങ് വെനസ്കോയുടെ അല്ലെ. ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് എന്താണ്? വാസ് അട്ടർലി അലോങ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഡേ. ഇവിടെ വാസിന്റെ ഇവിടെ എന്ത് മാറ്റണം എന്നറിയോ? ഇവിടെ ഐ ആണ്, ഐ മാറ്റണ്ടേ? ഹി വാസ് അട്ടർലി അലോങ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷ്യൻ എന്നായി മാറും. ക്ലിയർ ആയല്ലോ? ഇവിടെ വെനസ്കോസും വരും, ഇവിടെ ഹി വാസും വരും. നമുക്ക് ഒന്നും കൂടെ ആൻസർ പോയി നോക്കാം. ദെൻ എന്താണെന്ന് നോക്കാം. അതിന്റെ ആൻസർ ഇതിനു മുമ്പ് ഇവര് കുറച്ച് കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നോക്കാം. The possessive form of nouns are made by adding the s to the nouns. അല്ലെ? എങ്ങനെയാണ് possessive form of the noun ചെയ്യുന്നത്? നൗണിന്റെ കൂടെ possessive form വരാൻ എസ് ആഡ് ചെയ്യും അല്ലെ? ഇതാ ഇങ്ങനെ സജിനാസ് ബുക്ക് കണ്ടോ? ഇവിടെ കണ്ടോ? സജിനയുടെ എന്നായി അല്ലെ? അതെന്തായി? പൊസസീവ് ആയി അല്ലെ? പൊസസീവ് മീൻസ് എന്താ? ഒരു വ്യക്തിയുടെ ഉടമസ്ഥാവകാശം, അവന്റേത്, അവളുടേത്, രാജുവിന്റെ, രാധയുടേത്, സ്വന്തം എന്നുള്ള ഒരു ഉടമസ്ഥാവകാശം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതിനാണ് ഈ പൊസസീവ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ സജിനാസ് ബുക്ക് എന്ന് പറയുന്നത് സജിനയുടെ എന്നർത്ഥം വരും അല്ലെ? രാഹുൽസ് അല്ലെ, വേറെ ആരുടെയും അല്ല, ആ വ്യക്തിയെ പ്രത്യേകം എടുത്ത് പറയുകയാണ്. ആ വ്യക്തിയുടെ ഉടമസ്ഥാവകാശം പ്രത്യേകം എടുത്ത് പറയുകയാണ്. ഓക്കെ, ഇവിടെ രാഹുൽസ് ബാറ്റ്, രാഹുലിന്റെ ബാറ്റ് അല്ലെ? അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് അപ്പോസ്ട്രോഫി എസ് ഇട്ടിട്ട് പൊസസീവ് നൗൺസ് ഉണ്ടാക്കുന്നത്. ക്ലിയർ? ബട്ട് ഇൻ ദി കേസ് ഓഫ് പ്രൊണൗൺസ് ദ വേർഡ്സ് ലൈക്ക് ഇൻ ന്യൂ ഫോം അല്ലെ? പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊണൗൺസിന്റെ വേർഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നാ പറഞ്ഞിട്ടുള്ളത്? ദ പൊസസീവ് ഓഫ് ഐ ആൻഡ് മൈ. ഇങ്ങനത്തെ കേസ് വരുമ്പോൾ find the possessive forms of the pronouns we, you, he, she, they and it. Use each pronouns and its possessive in sentence of your own. അപ്പൊ എന്ത് ചെയ്യും? ഇതിപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? ഇപ്പൊ വെലസ്കോ വരുമ്പോ വെലസ്കോയുടെ എന്ന് പറയാന് അപ്പോസ്ട്രോഫി ഇട്ട് കൊടുത്താൽ മതി പറയും. പക്ഷെ വെലസ്കോയുടെ സ്ഥാനത്ത് വേറെ ഇപ്പൊ ഐ, മൈ, ഹി, ഷീ, ഇത് ഇങ്ങനെയൊക്കെയുള്ള വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെ? അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ഇത് പഠിച്ചു വെക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോസ്ട്രോഫി എസ് ഉണ്ടെങ്കിൽ നാമങ്ങളും ആണല്ലോ അല്ലെ? ഇതെന്ത് ചെയ്യാം? അല്ലാത്ത സാഹചര്യം ഇപ്പൊ വെനസ്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ വാസ്, ഇതിന്റെ ആൻസർ ആട്ടോ, അവിടുത്തെ ആൻസർ ആണ് വെനസ്കോസ് എന്നുള്ളതും വാസ് ദാറ്റ് ഹി വാസ് എന്നുള്ളത്. ഇതായിരുന്നു അവിടുത്തെ ഡാഷിലെ ആൻസർ കേട്ടോ. ഓക്കെ, വെനസ്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെ? ഐ എന്നുള്ളത് വെനസ്കോസ് നായി മാറി. അതുപോലെ ഐ വാസ് അട്ടർലി എന്നുള്ളത് ഹി വാസ് അട്ടർലി അലോങ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷ്യൻ എന്നായി. ക്ലിയർ? ഇനി അല്ലാത്ത പ്രൊണൗൺസ് നോക്കാം. ഐ മീൻ അല്ലാത്ത പൊസസീവ് പ്രൊണൗൺസ് നോക്കാം. ക്ലിയർ? ഐ ആണെങ്കിൽ എന്ത് വരും? മൈ അല്ലെ? ഐ അറിയുമ്പോ ഞാൻ, മൈ അറിയുമ്പോ എന്റേത് പൊസസീവ് ആയി മാറി അല്ലെ? സ്വന്തം ഉടമസ്ഥാവകാശം പറയാനായല്ലോ. വി, അവർ. ഓക്കെ അല്ലെ? സോറി, വി ഞങ്ങൾ,
അപ്പോ അവർ ഞങ്ങൾ അവിടെ എന്തായി ഒരു പൊസസീവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. യു നീ യുവേഴ്സ് നിന്റേത്, അല്ലെങ്കിൽ നിന്റേത് എന്ന് പറയുമ്പോ എന്തായി ഒന്നും കൂടെ ആ വ്യക്തിയെ പൊസസീവ് ആക്കി അല്ലെ. ഹി എന്താവും, ഹി അവൻ, ഓക്കെ അതൊരു വ്യക്തി അത് ആവുന്നില്ല. ഹിസ് അവന്റേത് എന്തായി, അത് പൊസസീവ് പ്രൊനൗൺ ആയി. അതുപോലെ ഷീ എന്താവും, ഹെർ ആവും. ദേ എന്താവും, ദെയർ ആവും, അവരുടേതാവും. ഇറ്റ് എന്താവും, ഇറ്റ്സ് അല്ലെ, ഇതിന്റെ എടുത്തു പറയാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു പൊസസീവിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക അല്ലെ. ഒരു പ്രത്യേക വ്യക്തിയുടേതോ ഒരു പ്രത്യേക വസ്തുവിന്റെയോ ഒക്കെ പ്രത്യേക ആളുകളുടേതൊക്കെ ഉടമസ്ഥാവകാശം എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള വേർഡ്സ്. ഇത് അറിഞ്ഞിരിക്കണം. ഇത് അറിയുമ്പോൾ ഇതും അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ആ സ്ഥാനത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇത് അപ്പോസ്ട്രോഫി എസ് ഇടാത്ത കേസുകളാണ് കേട്ടോ. Then നമുക്ക് എക്സാമ്പിൾ നോക്കാം. Our school had won the match and we got the prize. അല്ലെ, ഈ വി എന്ന് പറയുന്ന പ്രൊണൗൺസിന്റെ പ്രൊണൗൺ പൊസസീവ് പ്രൊണൗൺ ആണ് അവർ അല്ലെ. ഇവിടെ നോക്കിയേ, വി ഗോട്ട് ദ പ്രൈസ്, ഞങ്ങൾക്ക് പ്രൈസ് കിട്ടി. അത് അവിടെ എടുത്തു പറയുന്നില്ല ആരെ എന്നുള്ളത്. പക്ഷെ അവർ സ്കൂൾ ഹാഡ് വൺ ദ മാച്ച് അല്ലെ. ഒരുപാട് സ്കൂൾ മത്സരിച്ചിട്ടുണ്ട്, പക്ഷെ അവർ സ്കൂൾ, ഞങ്ങളുടെ സ്കൂളിലാണ് അത് വിജയിച്ചത്. അവിടെ എന്താണ്, എടുത്തു പറയണം അല്ലെ. സോ ദെൻ യുവർ ബ്രദർ ഇസ് ടോൾ ബട്ട് യു ആർ ഷോർട്ട്, നീ ഷോർട്ട് ആണ്, ഓക്കെ, ബട്ട് യുവർ ബ്രദർ ഇസ് ടോൾ, ആ ബ്രദറിനെ അവിടെ എടുത്തു പറയാണ് അല്ലെ. യുവർ ബ്രദേഴ്സ്, നിന്റെ ബ്രദർ, ആ വ്യക്തിയുടെ ഉടമസ്ഥാവകാശമാണത് അല്ലെ, ആ വ്യക്തിയുടെ മാത്രം ബ്രദറാണത് അല്ലെ. നിന്റെ, അപ്പൊ പൊസസീവ് പ്രൊണൗൺ ആയി മാറി അല്ലെ, നിന്റെ ബ്രദർ എന്നായി മാറി. ക്ലിയർ. അപ്പൊ യുവിന് യുവേഴ്സ്. ഓക്കെ, ദെൻ ഹിസ് ക്യാരക്ടർ വാസ് ഗുഡ് ആൻഡ് ഹി വാസ് അപ്രീഷിയേറ്റഡ് അല്ലെ. അവന്റെ ക്യാരക്ടർ നല്ലതായതുകൊണ്ട് അവൻ അപ്രീഷിയേറ്റ് ചെയ്തു. ഹി എന്തായിട്ട് മാറും, പൊസസീവ് പ്രൊണൗൺ ആവുമ്പോൾ ഹിസ് ആയിട്ട് മാറും, അവന്റെ. ക്ലിയർ. ദെൻ she as well as her friend is good at ഇംഗ്ലീഷ് അല്ലെ. എന്തായി മാറും മക്കളെ, ഇവിടെ ഷീ എന്തായിട്ട് മാറും, ഷീ എന്ന് പറയുന്ന അവൾക്ക് പൊസസീവ് പ്രോണൗൺ ആയിട്ടുള്ള ഹെർ വരും, അവളുടെ ഫ്രണ്ട് എന്നാവും. ഓക്കെ, their performance will be good if they use the right costume അല്ലെ. അവർ റൈറ്റ് കോസ്റ്റ്യൂം യൂസ് ചെയ്തിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചത്, അവരുടെ പെർഫോമൻസ് ഗുഡ് ആവും അല്ലെ. പെർഫോമൻസ് വിൽ ബി ഗുഡ് ആവും എന്നാ പറഞ്ഞിട്ടുള്ളത്. ദേയുടേതാണ്, അവർ നല്ല കോസ്റ്റ്യൂം യൂസ് ചെയ്ത് അവരുടെ പെർഫോമൻസ് വേറെ ലെവലാവും അല്ലെ. അപ്പൊ അവർ ദയർ, അവരുടെ പെർഫോമൻസ്, ആ ടീമിനെടുത്ത് പറയും, ഒരുപാട് പെർഫോം ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആരുടെ പെർഫോമൻസ്, ഈ വ്യക്തികളുടെ പെർഫോമൻസ് എന്ന് എടുത്തു പറയാണ്. ഇവിടെ പ്രൊസസീവ് പ്രൊണൗൺസ് യൂസ് ചെയ്യാനാണ് ഇവിടെ ദയർ യൂസ് ചെയ്തത്. ഓക്കെ, then when a bright color was added its appearance become all the more attractive എന്നാണ് പറയുന്നത്. ഇറ്റ്സ് കണ്ടോ, എടുത്തു പറയാ. ഓക്കെ, സോ ഇത് ഓരോന്നും പഠിക്കുക. വി അവറാണ്, ഹി ഹിസ് ആണ്, ഷി ഹെർ ആണ്, ദയർ ആണ്, ഇറ്റ്സ് ആണ് അല്ലെ. അതിന്റെയൊക്കെ ആ പ്രൊണൗണിന്റെ ഒക്കെ പൊസസീവ് പ്രൊണൗൺസ് എന്ത് ചെയ്യണം, നമ്മളത് എടുത്തു പഠിക്കണം. ഓക്കെ, ക്ലിയർ. അപ്പൊ ഈ പൊസസീവ് എന്ന് പറയുന്ന വേർഡ് പറയുമ്പോ തന്നെ ഞാൻ കുറച്ച് പൊസസീവ് ആണെന്ന് ഓർത്താൽ മതി കേട്ടോ, അപ്പോഴേ കിട്ടുള്ളൂ. നമ്മൾ പൊസസീവ് പറഞ്ഞാൽ എന്താ, ഞാൻ എന്റെ കാര്യത്തിൽ കുറച്ച് പൊസസീവ് ആണ് അറിയാം, ഞാൻ എന്റെ സാധനങ്ങളൊന്നും മറ്റുള്ളവർക്ക് കൊടുക്കില്ല, ഞാൻ എന്റെ കാര്യത്തിൽ കുറച്ച് പൊസസീവാണ്, ഞാൻ സ്നേഹത്തിന്റെ കാര്യത്തിൽ പൊസസീവ് ആണെന്നൊക്കെ പറയില്ലേ. എന്റെ ബുക്ക് സാധനം വേറെ ആരും എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പൊസസീവ് ആണ്. അതെന്താ, നമ്മുടെ മാത്രമാണ്, നമ്മുടെ ഉടമസ്ഥാവകാശം, ആ വ്യക്തിയുടെ ഉടമസ്ഥാവകാശം സ്ട്രോങ് ആക്കിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതാണ് പൊസസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് ആ വേർഡിന്റെ മീനിങ് വേഗം ക്ലിക്കാവും. ഓക്കെ, then activity 2. Look at some of the words used in the story. കുറച്ച് വേർഡ്സ് നമുക്ക് ഈ സ്റ്റോറിയിൽ യൂസ് ചെയ്ത് നോക്കാം. Unexpectedly, disappeared, indefinitely, reassuring. എന്താണ് മക്കളെ? It can be seen that the suffixes ly, ly, ed and ing are used after the root. ഇത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ly ഉണ്ട്, ഇവിടെ ഒരു ed ഉണ്ട്, ഇവിടെയും ly ഉണ്ട്, ഇവിടെ ing ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഒരു വേർഡിന്റെ, ഒരു റൂട്ട് വേർഡിന്റെ ബേക്കിലായിട്ട് ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ എന്ത് പറയും, സഫിക്സ് എന്ന് പറയും അല്ലെ. ക്ലിയർ ആണല്ലോ. ഇത് നമ്മൾ എന്ത് പറയും മക്കളെ, സഫിക്സ് എന്ന് പറയും അല്ലെ. സഫിക്സ് പറഞ്ഞാൽ എന്താണ്, ബാക്കിൽ ആഡ് ചെയ്യണ നമ്മള് സഫിക്സ്, ഇങ്ങനെ ബാക്ക് എന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ബാക്കിൽ
ആഡ് ചെയ്യുന്നതിനാണ് സഫിക്സ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? You can also see the same elements are added before the root word. അല്ലെ? ഇനി റൂട്ട് വേർഡിന് മുമ്പിലായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാം. എന്തൊക്കെ? അൺ, ദിസ്, അല്ലെ? അണ്, ദിസ്, ഇൻ and are respectively are added before the root word. These are example of prefix. അല്ലെ? അപ്പൊ ഇതെന്താണ്? ഇത് പ്രിഫിക്സ് ആണ്. എന്താണ്? പ്രിഫിക്സ് ആണ്. അല്ലെ? പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നടത്താൽ മതി. ഓക്കെ, സഫിക്സ് ബാക്ക് ആണെങ്കിൽ പ്രിഫിക്സ് ഫ്രണ്ട് ആണ്. ഇതാ നോക്കിയേ, അണ്, ഡിസ്, ഇൻ, അല്ലെ? ഇതാ ക്ലിയർ ആയല്ലോ? അപ്പൊ ബാക്കിൽ ആഡ് ചെയ്യുമ്പോൾ സഫിക്സ് എന്നും ഫ്രണ്ടിൽ ആഡ് ചെയ്യുമ്പോൾ പ്രിഫിക്സ് എന്നും പറയും. ചില വേർഡ്സിന് ഫ്രണ്ടിൽ മാത്രമായിരിക്കും ആഡ് ചെയ്യുക, ചില വേർഡ്സിന് ബാക്കിൽ മാത്രമായിരിക്കും. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ വാക്കിലും എന്തുണ്ട്? പ്രിഫിക്സും കാണുന്നുണ്ട്, സഫിക്സും കാണുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? നോക്കാം. Following the word prefix words indefinite from the story with such as words in dictionary. Okay, നോക്കാം. അണ്ണും ഡിസും ഇന്നും റീയും ഒക്കെ വേർഡ്സ് വെച്ചിട്ടുള്ള പ്രിഫിക്സുകളായിട്ടുള്ള വേർഡുകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സഫിക്സ് അവിടെ ഉണ്ട്, ബാക്കിൽ വരുന്നത്. ഇത് പ്രിഫിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത് ഫ്രണ്ടിലോട്ട്. അൺ, ഡിസ്, ഇൻ, റീ എന്നൊക്കെ ചേർത്തിട്ട് റൂട്ട് വേർഡിന് ഒരു റൂട്ടായിട്ടുള്ള വേർഡ് ഉണ്ടാവും, അതൊരു മെയിൻ വേർഡ് ഉണ്ടാവും. ആ വേർഡിന്റെ മുമ്പിലോട്ട് ആഡ് ചെയ്തിട്ടുള്ള പ്രിഫിക്സ് ആഡ് ചെയ്തിട്ട് വരുന്ന വാക്കുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. അൺവെച്ചിട്ട് അൺസർട്ടൺ, അൺഹാപ്പി, അൺഫോർച്ചുനേറ്റ്, അൺഈസി. അല്ലെ? അൺഹാപ്പി, അൺഫോർച്ചുനേറ്റ്. അൺഫോർച്ചുനേറ്റ് നിർഭാഗ്യമായിട്ടുള്ളത് നമ്മൾ ഇതിൽ കണ്ടതല്ലേ. ദെൻ അൺഈസി, അൺഈസി. ദെൻ ഡിസേബിൾ, ഡിസ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഏബിൾ കഴിയുക, ഡിസേബിൾ. ഡിസ്കണക്ട്, അല്ലെ? കണക്ട് ചെയ്യുക, ഡിസ്കണക്ട് ചെയ്യുക. ഡിസ്റിഗാർഡഡ്, ഡിസ്റെസ്പെക്ട്. അധികം നെഗറ്റീവ് മീനിങ് ആട്ടോ വരിക, ഓപ്പോസിറ്റ് മീനിങ് ആണ് വരിക. ഓക്കെ. ദെൻ ഇൻ, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, അല്ലെ? വിസിബിൾ, ഇൻവിസിബിൾ. ദെൻ ഇൻഡിസ്റ്റിങ്ക്റ്റ്, ഇൻആക്റ്റീവ്. ഇതൊക്കെ ഓപ്പോസിറ്റ് മീനിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വാക്കുകൾ വരുന്നത് നോക്കാം. ഇത് വെച്ചിട്ടാണ് ഇവിടെ പ്രിഫിക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് ഓർക്കുക. ക്ലിയർ? ദെൻ റീഓപ്പൺ, ഓപ്പൺ, റീഓപ്പൺ. ന്യൂ, റീന്യൂ. അല്ലെ? ഇതൊക്കെ നിങ്ങൾ എപ്പോഴും റീഓപ്പൺ എന്നൊക്കെ നമ്മൾ കാണുന്നില്ല, സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്തു അറിയും അല്ലെ? റീഓർഡർ, അല്ലെ? റീഓർഡർ ചെയ്യുക, റീനെയിം ചെയ്യുക. അല്ലെ? ഇതൊക്കെയാണ് പ്രിഫിക്സ് ആഡ് ചെയ്യുന്ന. റീയും അണ്ണും ഡിസും ഇന്നൊക്കെ വെച്ച് ഇനി ഒരുപാട് വേർഡുകൾ ഉണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. ഇത് വളരെ കുറച്ച് വേർഡുകൾ മാത്രമാണ്. ക്ലിയർ? ദെൻ ആക്ടിവിറ്റി 3 നോക്കാം. Fill in the blanks in the following passage, picking up the right words given in the box. ഇംപ്രഷൻ. ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചല്ലോ, ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ച വേട. ഈ സ്റ്റോറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു മൈ ഫസ്റ്റ് ഇംപ്രഷൻ. ഇംപ്രഷൻ മീൻസ് എന്താ? ധാരണ, എന്റെ ധാരണ. അല്ലെ? റെക്കഗ്നൈസ്, തിരിച്ചറിയുക. അല്ലെ? കണ്ടംപ്ലേറ്റ് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക എന്നൊരർത്ഥം ഉണ്ട് കേട്ടോ. സർഫേസ്, ഉപരിതലം. എവിഡൻസ്, തെളിവ്. ക്ലിയർ? നോക്കാം. ഐ കാൻഡ് ഡാഷ് വാട്ട് ഇറ്റ് വുഡ് ബി ലൈക്ക് ടു ബി അലോൺ. അല്ലെ? അങ്ങനെ നോക്കാം. ഐ കാൻഡ് ഡാഷ് വാട്ട് ഇറ്റ് വുഡ് ബി ലൈക്ക് ടു ബി അലോൺ. ഞാൻ ഒറ്റയ്ക്ക് ആവുന്നത് എനിക്ക് കഴിയൂല. എന്തായിരിക്കും? ഞാൻ ഒറ്റക്കാവുന്നതിനെ കുറിച്ച് എനിക്ക് കഴിയൂല. എന്താ? ഞാൻ ഒറ്റക്കാവുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെയല്ല അതിൻ്റെ നടുവിൽ വരിക. അപ്പൊ അതാണ് നമ്മളെടുത്ത്. ഞാൻ ഒറ്റക്കാവുന്നതിനെ കുറിച്ച് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റക്കാവുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഐ മീൻ കണ്ടംപ്ലേറ്റ്. ക്ലിയർ? മൈ ഡാഷ് ഓഫ് ഇറ്റ്സ് റിയലി ഫ്രൈറ്റനിങ്. എന്താണ്? മൈ ഡാഷ് ഓഫ് ഇറ്റ്സ്, എനിക്ക് പേടിയാണ് തോന്നിയത്. എന്താണ്? കഥ ഓർക്കുന്ന ആൾക്കറിയാം, തുടക്കത്തിൽ അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ ആയിരുന്നു, പിന്നീടാണ് മറ്റുള്ളവരുണ്ടായപ്പോ അദ്ദേഹത്തിന് വേറൊരു ആശ്വാസം കിട്ടില്ലേ. അപ്പൊ എന്താണ്? ഓഫ് ഇറ്റ്സ് റിയലി ഫ്രൈറ്റനിങ്. മൈ ഇംപ്രഷൻ ഓഫ് ഇറ്റ്സ് റിയലി ഫ്രൈറ്റനിങ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഇംപ്രഷൻ? അദ്ദേഹത്തിന്റെ ധാരണ എന്തായിരുന്നു? ഭയാനകരവുമായിരുന്നു അല്ലെ? ഭയാനകരമായിട്ടുള്ളൊരു ചിന്തയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. I am saying this based on the dash I got from my reading. Okay, I am saying this. ഞാനിത് പറയുന്നത് എന്തിനു ബേസ് ചെയ്തിട്ടാണ്? I got from my reading. ഞാൻ വായിച്ച ബുക്കുകളുടെ
അടിസ്ഥാനത്തിൽ, ബുക്കുകളുടെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ പേടി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ബുക്സ്, ഇത് നമ്മുടെ ചാപ്റ്ററത്തെ ഡയലോഗ്സ് അല്ല കേട്ടോ. ഐ എം സേയിങ് ദിസ് ബേസ്ഡ് ഓൺ ഞാൻ ഇത് എന്തിനു ബേസ് ആയിട്ടാണ് പറയുന്നത്? എവിഡൻസ് ഐ ഗോട്ട് ഫ്രം മൈ റീഡിങ്, എന്റെ റീഡിങ്ങിൽ വായിച്ചിട്ടുള്ള എവിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിത് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ ഐ ഓൾസോ ദാറ്റ് ഫ്ലോട്ടിംഗ് ഓൺ, ഐ ഓൾസോ ഞാൻ എന്താണ്, ഐ ഓൾസോ റെക്കഗ്നൈസ് ഞാൻ തിരിച്ചറിഞ്ഞു, ദാറ്റ് ഫ്ലോട്ടിംഗ് ഓൺ ദ surface of the sea on a boat along is more frightening experience than being trapped in a forest. അല്ലെ? അതുപോലെ ഐ ഓൾസോ ഞാൻ എന്തുകൂടെ ഞാൻ തിരിച്ചറിഞ്ഞു, ഐ ഓൾസോ റെക്കഗ്നൈസ് ഞാൻ ഓൾസോ തിരിച്ചറിഞ്ഞു, ഫ്ലോട്ടിംഗ് ഒഴുകി പോവുക അല്ലെങ്കിൽ ഒഴുകുക, എവിടെ? ഉപരിതലത്തിൽ, സർഫേസ് ഓഫ് ദ സീ, സീയുടെ മുകളിലൂടെ ഒഴുകി പോകുന്നത് എന്താണ്? സീയുടെ മുകളിലൂടെ ഒഴുകി പോകുന്നത് ഓൺ എ ബോട്ട് അലോൺ ഇൻ എ മോർ ഫ്രൈറ്റനിങ് എക്സ്പീരിയൻസ് ദാൻ ബീങ് ട്രാപ്ഡ് ഇൻ എ ഫോറസ്റ്റ്. അല്ലെ? ഒരു ഫോറസ്റ്റിൽ ഒറ്റപ്പെട്ടു പോകുന്നതിനേക്കാൾ ഭയാനകരമാണ് ഒരു കടലിന്റെ ഉപരിതലത്തിലൂടെ ഫ്ലോട്ട് ചെയ്യുന്നത് എന്നുള്ളത് എന്താണ്? ഞാനിങ്ങനെ വായിച്ച ബുക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ബുക്കിൽ ഇങ്ങനത്തെ ഡയലോഗ്സുകളില്ല. ഇത് പിന്നെ ഇതിന്റെ മീനിങ് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ ഇതിന്റെ ബാക്കി മീനിങ്ങും കൂടെ നോക്കാം. ഇത് വായിച്ചിട്ട് ഇതിന്റെ മീനിങ് നോക്കുക, ഇതിന്റെ മീനിങ് കൂടെ തമ്മിലൊന്ന് മാച്ചപ്പ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഏകദേശം കൊടുക്കേണ്ട ആളുകളെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഈ വേർഡുകളുടെയൊക്കെ മീനിങ് അറിയുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അല്ലെ? ഇംപ്രഷൻ എന്ന് പറഞ്ഞ ധാരണ, റെക്കഗ്നൈസ് തിരിച്ചറിയുക, കണ്ടംപ്ലേറ്റ് മീൻസ് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, സർഫേസ് മീൻസ് ഉപരിതലം, എവിഡൻസ് മീൻസ് തെളിവ്. അല്ലെ? ക്ലിയർ? Then let's write activity 1. നമുക്ക് നോക്കാം, activity 1 നോക്കാം. എന്താണ്? The narrator was given a heroic welcome by the people of his locality. അദ്ദേഹം തിരിച്ചു വന്നല്ലോ, അതുകൊണ്ട് തന്നെ അപ്പൊ തിരിച്ചു വരുമ്പോ അദ്ദേഹത്തിന്റെ ആ ലൊക്കാലിറ്റിയിലെ ആളുകളൊക്കെ അദ്ദേഹത്തെ ഒരു ഹീറോയെ പോലെയാണ് കണ്ടത്. അല്ലെ? അദ്ദേഹം ഒരുപാട് ദിവസത്തോളം കടലിലൊക്കെ നിന്ന് പൊരുതി അദ്ദേഹം തിരിച്ചു വരുമ്പോ അദ്ദേഹം ഒരു ഹീറോ തന്നെയല്ലേ? അല്ലെ? Imagine that the narrates his experience in public meeting, write the possible speech that narrator might have delivered. അല്ലെ? അദ്ദേഹം ഒരു സ്പീച്ച് അങ്ങ് വെച്ച് കാഴ്ചയാണ്, അദ്ദേഹത്തെ ഒരു സ്റ്റേജിലോട്ടൊക്കെ വിളിച്ചേക്കാണ്, അദ്ദേഹത്തിന് കുറച്ച് ബഹുമാനമൊക്കെ കൊടുത്ത് കുറച്ച് അദ്ദേഹത്തെ ഒന്ന് സെറ്റപ്പ് ആയത്, വലിയ ആളായി മാറി, അന്ന് ഹീറോ ആയല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ഒരു സ്പീച്ചിനൊക്കെ വിളിച്ചപ്പോ അദ്ദേഹം 2-3 വാക്ക് പറയാൻ പോവാണ് കേട്ടോ. അദ്ദേഹത്തിന് വന്ന അനുഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം പറയാൻ പോകുന്നത്. നോക്കാം, അത് എഴുതി നോക്കാനാണ്. തുടക്കം ഇവർ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അവസാനിപ്പിക്കേണ്ടത് നമ്മളാണ് കേട്ടോ. നോക്കാം. ഡിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സ്പീച്ച് ആകുമ്പോ എന്തായാലും ഇത് അഭിസംബോധന നിർബന്ധമാണല്ലേ മക്കളെ? എങ്ങനെയാണ് പറയേണ്ടത്? ഡിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അല്ലെ? അതാണ് ആദ്യം കൊടുക്കേണ്ടത്. ഐ എം വെരി ഹാപ്പി ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് യു. നെക്സ്റ്റ് ഡയലോഗ്. അല്ലെ? ഇതൊക്കെ നിങ്ങൾ കാണാതെ അങ്ങ് പഠിച്ചു വെക്കേണ്ട ഡയലോഗുകളാട്ടോ. സ്പീച്ച് ഉണ്ടോ, ഇനി എന്തിനാണെങ്കിലും ഈ ഡയലോഗ്സ് നിർബന്ധമാണ്. അല്ലെ? ഇത് കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്തായി? നിങ്ങൾക്ക് ഒരു 1/2 മാർക്ക് അവിടെ വീണില്ലേ മക്കളെ? അപ്പൊ എന്ത് ചെയ്യാം? ഐ എം വെരി ഹാപ്പി ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് യു. അല്ലെ? നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വരാൻ പറ്റിയതിൽ, നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഞാൻ എന്താണ്? ഒരുപാട് സന്തോഷവാനാണ്. ക്ലിയർ? ബാക്കി നമുക്ക് നോക്കാം. ഇനി ബാക്കി. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ എം വെരി ഹാപ്പി ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. I have never thought that I would be among my dear once again. ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല, ഒരിക്കൽ കൂടെ നിങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഓക്കെ, മൈ എക്സ്പീരിയൻസ് അറ്റ് സീ വാസ് ടെറിബിൾ ആൻഡ് ഷോക്കിംഗ്. എന്താണ്? എന്റെ കടലിലുള്ള എന്റെ അനുഭവം വളരെ ടെറിബിളും ഭയാനകരവും, ടെറിബിൾ മീൻസ് എന്ത്? ഭയാനകരവും ആൻഡ് ഷോക്കിങ്ങുമായിരുന്നു. അല്ലെ? അതെനിക്കൊരു ഷോക്കുമായിരുന്നു, ഭയാനകരവുമായിരുന്നു എന്റെ കടലിലെ എന്റെ അനുഭവം. ദ ഷിപ്രാക്ക്, കടൽ ഷിപ്രക്കിംഗ്, കപ്പൽ അപകടം. ദ ലോസ് ഓഫ് മൈ ഫ്രണ്ട്സ്, എന്റെ ഫ്രണ്ട്സിനെ ഇഷ്ടപ്പെട്ടു. ദ ടെറിബിൾ ലോങ്നെസ്, ഭയാനകരമായ ഒറ്റപ്പെടൽ. ഹങ്കർ, വിശപ്പ്. തേഴ്സ്റ്റ്, ദാഹം. ആൻഡ് ദ മിറാക്കുലസ് എസ്കേപ്പ്, അവസാനം അത്ഭുതകരമായിട്ടുള്ള ആ രക്ഷപ്പെടലും. ഇതെല്ലാം ഓൾ ആർ ക്വൈറ്റ് ഇൻക്രെഡിബിൾ ആൻഡ് അൺഇമാജിനബിൾ. അല്ലെ?
അദ്ദേഹത്തിന്റെ കപ്പൽ യാത്ര, അദ്ദേഹത്തിന്റെ വിശപ്പ്, ദാഹം, അതിന് മറ്റ് മെയ്റ്റ്സുകളെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്, അല്ലെ, ആ ഒരു എല്ലാം അദ്ദേഹത്തിന് എന്തായിരുന്നു, അവസാനം അദ്ദേഹത്തിന്റെ ആ എസ്കേപ്പും, അല്ലെ, ഇതെല്ലാം അദ്ദേഹത്തിന് എന്താണ്, വളരെ അത്ഭുതവും ഭയാനകരവുമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. Anyway, the difficult experience has taught me the great lesson. ഇതിന് എനിക്കൊരു ഈ ഡിഫിക്കൽട്ടി, ഈ ബുദ്ധിമുട്ടായിട്ടുള്ള എൻ്റെ ഈ എക്സ്പീരിയൻസ് എനിക്കൊരു അനുഭവം പകർന്നു തരുന്നുണ്ട്, ഒരു പാഠം എനിക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്താണത്? We should not yield to any hardship in life. എന്താ ഹാർഡ്ഷിപ്പ് പറഞ്ഞാല്? ബുദ്ധിമുട്ടുകൾ വരില്ലേ ലൈഫിൽ? ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? പതറരുത്, അല്ലെ, നമ്മൾ ഒരിക്കലും തളരരുത്. ഓക്കെ, അദ്ദേഹം പഠിച്ചത് അതാണ്. അതിനെതിരെ പൊരുതണം, നമ്മൾ ഒരിക്കലും അതിന് വഴങ്ങി കൊടുക്കരുത് കേട്ടോ. നോട്ട് ഈൽഡ് ടു എന്ന് പറഞ്ഞ ആ ഒരു അർത്ഥമാണ്, വഴങ്ങി കൊടുക്കുക. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വരുമ്പോൾ അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെടാൻ നിൽക്കരുത്, അല്ലെ, തോറ്റു കൊടുക്കരുത്. ഓക്കെ, ഹാർഡ്ഷിപ്പ് ഇൻ ലൈഫിൽ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ വരുമ്പോൾ നമ്മൾ ഒരിക്കലും അതിന് വഴങ്ങി കൊടുക്കരുത്, നമ്മൾ അതിന് തോറ്റു കൊടുക്കരുത് എന്നുള്ള പാഠമാണ് അദ്ദേഹം പഠിച്ചത്. ആൻഡ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വസിക്കുക. കോൺഫിഡൻസ്, സ്വയം കോൺഫിഡൻസ് ആവുക. പ്രിസർവൻസ് ആൻഡ് ടോളറൻസ് ആൻഡ് സക്സസ്. എന്താണ്? അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലതയും ഉത്സാഹവും അദ്ദേഹത്തിന്റെ ടോളറൻസ്, സഹിഷ്ണുതയും എല്ലാം എന്തിലോട്ട് നയിക്കും? നമ്മളെ സക്സസിലോട്ട് നയിക്കും. ഇതാണ് അദ്ദേഹം കൊടുക്കുന്ന മെസ്സേജ്, അല്ലെ. ഇതാണ് ഈ ചാപ്റ്റർ കൊടുക്കുന്ന ഒരു മെസ്സേജ്. ഓക്കെ, ഈ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ആക്ടിവിറ്റീസോ പാട്ടുകളോ എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് എടുത്തിടാൻ പറ്റുന്ന ഒരു തീമാണ് ഇത്. ഓക്കെ, ഈ ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്, ഈ ചാപ്റ്ററിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു ഡയലോഗ്സ് ആണ് ഇത്. ഏത്? ഗ്രേറ്റ് ലെസൺ. ഇവിടെ മുതൽ അത് ചിലപ്പോൾ എല്ലാത്തിനും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ മുതൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വി ഷുഡ് നോട്ട് yield to any hardship in life. Faith in God, confidence, perseverance and tolerance can lead us to success. എന്താണ്? ലൈഫിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഒരു ഹാർഡ്ഷിപ്പുകളോ വരുമ്പോൾ നമ്മൾ അതിന് മുട്ടുവഴങ്ങി കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെതിരെ പോരാടി ദൈവത്തിൽ വിശ്വസിച്ച് നമ്മളെ തന്നെ സ്വയം വിശ്വസിച്ച് നമ്മൾ ഊർജ്ജസ്വലരായിട്ട് ഇരുന്ന് ക്ഷമയും അതിനെതിരെ പൊരുതി നമുക്ക് എന്ത് നേടാൻ കഴിയും? സക്സസ് നേടാൻ കഴിയും. ഇതാണ് അദ്ദേഹം പറയുന്നത്. ക്ലിയർ? I'm very much grateful to my beloved ones for giving me such a wonderful reception. ഇതൊരു കൺക്ലൂഡിങ് ആട്ടോ. ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് സ്പീച്ച് വന്നാലും എടുത്ത് വീശി കൊടുക്കാം എക്സാമിന്. ഓക്കെ, I'm very much grateful to my beloved ones for giving me such a wonderful reception in my hometown. അല്ലെ, എന്റെ ഈ ഒരു ഇവിടെ തന്നെ എനിക്ക് ഇത്രയും വലിയൊരു റിസപ്ഷൻ നിങ്ങൾ എനിക്ക് തന്നതിൽ, അല്ലെ, സ്നേഹത്തോട് കൂടിയിട്ട് ഇത്രയും വലിയ റിസപ്ഷൻ നിങ്ങൾ എനിക്ക് തന്നതിൽ ഞാൻ വളരെയധികം നന്ദിയുള്ളവനാവുന്നു. സ്നേഹം അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലെ, വളരെയധികം നന്ദിയുള്ളവനാവുന്നു എന്നുള്ള ഡയലോഗ്സ് ആട്ടോ. ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ഓൾ ഓഫ് യു. ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള കടപ്പാടും നന്ദിയും നിങ്ങളെ അറിയിക്കുന്നു. ലെറ്റ് മീ കൺക്ലൂഡ് വിത്ത് ദീസ് വേർഡ്സ്. ഫേസ് ദ ചാലഞ്ച് ബോൾഡ്ലി, അൾട്ടിമേറ്റ് സക്സസ് വിൽ ബി യുവേഴ്സ്. ഒരു ഡയലോഗ് ആട്ടോ മക്കളെ, എല്ലാം പഠിച്ചു വെക്കുന്ന കൂട്ടത്തിൽ ഈ ചാപ്റ്ററിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ഡയലോഗ് കൂടെ പഠിച്ചു വെച്ചോണ്ട് കേട്ടോ. ഇതിന്റെ ഒരു മറുവശത്ത് നിങ്ങൾ കാണുന്ന ഒരു തീമാണിത്. ഓക്കെ, ഫേസ് ദ, അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമുക്കൊരു ഉപദേശം തന്നുകൊണ്ട്. എന്താണത്? ഫേസ് ദ ചാലഞ്ച് ബോൾഡ്ലി. എന്താണ്? ചലഞ്ചുകളല്ല, നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും അതിനെ നല്ല ബോൾഡ് ആയിട്ട് നിങ്ങൾ ഫേസ് ചെയ്യണം. സോ അപ്പൊ എന്ത് ലഭിക്കും മക്കളെ? അൾട്ടിമേറ്റ് സക്സസ്, അവസാന വിജയം വിൽ ബി യുവേഴ്സ്, നിങ്ങളുടേതായിരിക്കും. ഓക്കെ, എന്ത് ചലഞ്ച് ആണെങ്കിലും എന്ത് പ്രോബ്ലം ആണെങ്കിലും നിങ്ങൾ അതിനെ അങ്ങേ തലത്തിൽ ബോൾഡായിട്ട് നിങ്ങൾ അതിനെ ഫേസ് ചെയ്താൽ അവസാന വിജയം അത് നിങ്ങൾക്കായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. താങ്ക് യു. ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, അല്ലെ? സ്പീച്ച് ആണെങ്കിൽ ഇതും എന്താണ്? ഇമ്പോർട്ടൻസ് ആണ്, അല്ലെ? സോ ഒരു സ്പീച്ചിന് വേണ്ടിയിട്ടുള്ള പല ഡയലോഗ്സും അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലും കൺക്ലൂഡിംഗ് പാർട്ടിലും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിലും മറ്റു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് ആഡ് ചെയ്ത് കൊടുത്തു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു സ്പീച്ച് നിങ്ങൾക്ക്, ഉഗ്രൻ സ്പീച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 2, ദ സ്റ്റോറി, അല്ലെ?
The story, The Shipwrecked Sailor, is narrated from the point of view of a man involved in a shipwreck. If you were Velasco's friend, how would you narrate the story? Would you may begin like that? ഈ ഷിപ്പ്‌റെക്കഡ് സ്റ്റോറി എന്താണ്? ഇത് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു വെലസ്കോയുടെ ഫ്രണ്ടിന്റെ സ്ഥാനത്ത് നിന്നിട്ട് നിങ്ങൾ ഈ കഥയൊന്ന് എന്ത് ചെയ്യണം മക്കളെ? ഒന്ന് നാരേറ്റ് ചെയ്യണം. നോക്കാം. ഇഫ് യു വെർ വെലസ്കോ ഫ്രണ്ട്, ഹൗ വുഡ് യു നാരേറ്റ് ദ സ്റ്റോറി? യു മേ ബിഗിൻ ലൈക്ക് ദിസ്. അല്ലെ, നിങ്ങൾ ഇനി വെലസ്കോയുടെ ഫ്രണ്ടായിട്ട് നിങ്ങൾ ഈ കഥയൊന്ന് പറയണം. നോക്കാം. തുടക്കം പിന്നെ എപ്പോഴും നമ്മൾ എന്തായാലും ഇവര് ബുദ്ധിമുട്ടിക്കാറില്ല. തുടക്കം എന്തായാലും ഇവര് ചെയ്തു തരും. അല്ലെ, നോക്കാം. വെലസ്കോ ആൻഡ് ഹിസ് 4 friends were sailing through the Caribbean Sea. അങ്ങനെയാണ് കഥ തുടങ്ങുന്നത്. അല്ലെ, നമ്മളൊക്കെ പറയാറുള്ള പോലെ തന്നെ ഒരാളിലെ ഒരു വെലസ്കോയും അദ്ദേഹത്തിന്റെ 4 മെയ്റ്റ്സും കൂടെ എന്ത് ചെയ്യാണ്? 4 മെയ്റ്റ്സും കൂടെ എന്ത് ചെയ്യാണ്? കരേബിയൻ സീയിലൂടെ ഒരു യാത്ര പുറപ്പെട്ടു. സഡൻലി, പെട്ടെന്ന്. ഇനി ബാക്കി നിങ്ങൾ അങ്ങോട്ട് എഴുതിക്കോളെന്നാണ് പറയുന്നത് കേട്ടോ. ഇത്രയുള്ള ബുക്ക് തന്നിട്ട് നോക്കാം. Suddenly the ship plunged into abyss and disappeared. അല്ലെ, സ്റ്റോറി ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുന്നവർക്ക് ഈസി ആയിട്ട് എഴുതാൻ കഴിയും. ആയങ്ങളിലോട്ട് മുങ്ങിപ്പോയി, അപ്രത്യക്ഷമായി. വെലസ്കോ ഹാഡ് നോ ഐഡിയ വാട്ട് വാസ് ഹാപ്പനിങ്. വെലസ്കോക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച്. ഓക്കെ, ഹിസ് ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഹി വാസ് utterly alone in the middle of the sea. Soon he began to hear the shouts nearby. അല്ലെ, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു? തീർത്തും തികച്ചും അദ്ദേഹം ആ കടലിൽ ഒറ്റക്കാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ. എപ്പോ വരെ? അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്ത് നിന്നും അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന്റെ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അതുവരെ അദ്ദേഹം അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്. ഹി റിക്കഗ്നൈസ് ദ വോയിസ് ഓഫ് ഹിസ് ഫ്രണ്ട് യൂലിയോ അമൻഡർ കാരബെല്ലോ. അദ്ദേഹം ഫസ്റ്റ് റിക്കഗ്നൈസ് ചെയ്ത ആരുടെ സൗണ്ട് ആണ്? അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള കാരബെല്ലോയുടെ സൗണ്ട്. ദെൻ so he saw that his other shipmates were also thrown into the sea. അല്ലെ, അദ്ദേഹത്തിന്റെ മറ്റൊരു ഷിപ്മെന്റ്സിനെ കൂടെ അദ്ദേഹം പെട്ടെന്ന് എവിടെ കാണാണ്? കടലിൽ കാണാണ്. they were shouting to one another to stay afloat. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ട് ചെയ്യുന്നുണ്ട്, ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് ഇങ്ങനെ തുഴഞ്ഞ് മുകളിലായിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. 2 life rafts appeared unexpectedly on the റെസ്റ്റ് ഓഫ് ദ വേവ്സ്. അല്ലെ, എവിടെയാണ് മക്കളെ? 2 life raft അപ്രത്യക്ഷമായിട്ട് നമ്മുടെ വേവിന്റെ ആ ക്രസ്റ്റ് ഭാഗത്തിലെ അങ്ങനെ പൊന്തി വരുന്ന ആ ഭാഗത്തായിട്ട് 2 ചങ്ങാടങ്ങൾ കാണുകയാണ്. വെലസ്കോ സോങ് ഫോർ അബൌട്ട് the 3 minutes and struggle to grab it. അല്ലെ, 3 മിനിറ്റ് അദ്ദേഹം നീന്തിയിട്ട് വളരെ സ്ട്രഗിൾ ചെയ്തിട്ട് അദ്ദേഹം അതിൽ കയറുകയാണ്. ഓക്കെ, finally he jumped aboard. Castello, Carabello and Luis Rengifo were trying to stay above the water and reach the raft. അല്ലെ, ഫൈനലി അദ്ദേഹം കഷ്ടപ്പെട്ട് അദ്ദേഹം അതിൽ കയറി. അദ്ദേഹം പിന്നെ കൂടെ മറ്റുള്ള 3 ആളുകളൂടെ അതിലോട്ട് വരാൻ വേണ്ടിയിട്ട് വളരെ അടുത്തായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. കാരബെല്ലോയുടെ പുറത്ത് നെക്കുമ്പോ പിടിച്ചിട്ട് കാസ്റ്റലോ ആൻഡ് റെഞ്ചിഫോ. അല്ലെ, ഇത്രയും ആളുകൾ കൂടെ അതിന്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. he grabbed the oars and tried to get closer to his friends. അല്ലെ, അദ്ദേഹം എന്ത് ചെയ്തു? തിരിച്ച് അദ്ദേഹത്തിന്റെ ഓർഡറുകളൊക്കെ തുഴഞ്ഞിട്ട് അവരുടെ അടുത്തോട്ട് എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ട്രൈ ചെയ്തു. At that time he saw the 4th of his mates. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ 4ാമത്തെ മേറ്റിനെ അദ്ദേഹം കണ്ടുമുട്ടുന്നത്, രാമൻ ഹെറേറ എന്ന് പറയുന്ന ആളെ. നോ, ഹി വാസ് വേവിങ്. അല്ലെ, രാമൻ ഹെറേറയെ അവിടെ ഇപ്പൊ കണ്ടു. ഹി വാസ് വേവിങ് അറ്റ് ഹിം. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ വേവ് ചെയ്യുന്നുണ്ട്. The Velasco tried to save him but unfortunately he could not save any one of them. വെലസ്കോ എന്ത് ചെയ്തു? അദ്ദേഹത്തെ രക്ഷിക്കാൻ ട്രൈ ചെയ്തു. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന് ആരെയും രക്ഷിക്കാൻ സാധിച്ചില്ല. Velasco was alone at sea without food and water. He sat on the side of the raft waiting to be rescued. അദ്ദേഹം എന്ത് ചെയ്തു? ഫുഡും വെള്ളമൊന്നും ഇല്ലാതെ അതിലങ്ങനെ ഇരുന്നു. അതിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ അദ്ദേഹം എന്ത് ചെയ്തു? വെയിറ്റ് ചെയ്തു. നോക്കാം. Uncertain as to what to do, he decided to make an inventory of his belongings. Since he has nothing else to do, he read the cards over and over to distract himself until he was rescued. എന്താണ്? അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് ആ ടൈം കുറെ ലെങ്ത് ആയിട്ട് തോന്നിയല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നുള്ളി പൊറുക്കി വെച്ചു. അദ്ദേഹം കയ്യിലുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അദ്ദേഹം അത് എന്ത് ചെയ്തു?
എന്തൊക്കെയാ ഉണ്ടായിരുന്നത്? വാച്ച് ഉണ്ടായിരുന്നു അല്ലെ, ഒരു ഗോൾഡ് റിംഗ് ഉണ്ടായിരുന്നു, ഒരു മെഡൽ ഉണ്ടായിരുന്നു, 3 കാർഡ് ഉണ്ടായിരുന്നു, ഒരു കീ ഉണ്ടായിരുന്നു അല്ലെ. ഇത്രയും സാധനങ്ങളൊക്കെ അതേ ഇങ്ങനെ കൗണ്ട് ചെയ്ത് ഫിഗർ ഔട്ട് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം അതേ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന 3 കാർഡ് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരുന്നു, ആരെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാൻ വരുന്നത് വരെ. ക്ലിയർ? നമ്മുടെ സ്റ്റോറി വളരെ ഷോർട്ടായിട്ട് പറഞ്ഞതാണ് അല്ലെ. So activity 3. Read the following sentence in the sentences column, change them into news headlines and write them in the news headlines and columns. അല്ലെ, ഇനി ഇതൊരു ന്യൂസ് ആയിട്ട് മാറ്റാണ് അല്ലെ. ഒരു ന്യൂസ് ഹെഡ്ലൈൻസ് ഉണ്ട്, അതിന്റെ താഴെ നമ്മൾ പേപ്പറിൽ കണ്ടിട്ടില്ലേ, ഹെഡ്ലൈൻസ് ഉണ്ടാവും, താഴെ കുറച്ച് സെന്റൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഇനി എഴുതേണ്ടത്. നോക്കാം, സെന്റൻസും ഉണ്ട്, ന്യൂസിന്റെ ഹെഡ്ലൈൻസും ഉണ്ട് അല്ലെ. ഇത് നിങ്ങൾക്ക് ഓൾറെഡി ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം ന്യൂസിന്റെ ഹെഡ്ലൈൻ നോക്കാം, അത് കഴിഞ്ഞിട്ട് സെന്റൻസിലോട്ട് പോകാം, അതായിരിക്കും ഒന്നും കൂടെ ഈസി. ഓക്കെ, 4 കൊളംബിയൻ സെയിലേഴ്സ് ഡ്രൗണ്ട്. മെയിൻ ഹെഡിങ്സ് ആയിട്ട് ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ വന്നേക്കാണ്. 4 കൊളംബിയൻ സെയിലേഴ്സ് മുങ്ങി മരിച്ചു. ക്ലിയർ? ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ. 4 sailors of the Colombian Navy were drowned in the Caribbean Sea when they were shipwrecked in the devastating storm. അല്ലെ, എന്ത് ചെയ്യാണ്? കടലിൽ, ആയക്കടലിന്റെ തിരമാലകൾക്കിടയിൽ പെട്ടിട്ട് എന്ത് ചെയ്യാണ്? കപ്പൽ അപകടം ഉണ്ടാവുകയും 3 കരീബിയൻ നേവി, കൊളംബിയൻ നേവിയിൽ പെട്ടിട്ടുള്ള 4 സെയിലേഴ്സ് എന്ത് ചെയ്യാണ്? മുങ്ങി മരിക്കുകയും ചെയ്യുന്നുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ അല്ലെ. ഹെഡിങ്സിനേക്കാളും കുറച്ച് വലുതാണെന്നേ ഉള്ളൂ ഒരു എക്സ്പ്ലനേഷൻ. ദെൻ വെലസ്കോ ഗെറ്റ്സ് എ ഹെറോയിക് വെൽക്കം. അദ്ദേഹത്തിന് എന്ത് ചെയ്തു? വളരെ ഹീറോയിക് വെൽക്കം കൊടുത്തു അല്ലെ. നായകന്മാർക്കൊക്കെ കൊടുക്കുന്ന പോലുള്ള ഒരു സ്വീകരണം അല്ലെ, ഹെറോയിക് വെൽക്കം കൊടുത്തു എന്നുള്ളതാണ് ഹെഡ്ലൈൻ. The sailor Velasco was given a heroic welcome in a public meeting at the hometown. അല്ലെ, അദ്ദേഹത്തിന്റെ നാട്ടില്, അദ്ദേഹത്തിന്റെ ഹോം ടൗണില് അദ്ദേഹത്തിന് എന്ത് കൊടുത്തു? ഒരു പബ്ലിക് മീറ്റിൽ അദ്ദേഹത്തിന് ഒരു ഹെറോയിക് വെൽക്കം ആണ് അദ്ദേഹത്തിന് കൊടുത്തത്, സെയിലർ വെലസ്കോക്ക്. ഓക്കെ, അതിന്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ. ക്ലിയർ? Then sailors drowned search continues. അല്ലെ, അവര് മുങ്ങി മരിച്ചു, സെയിലേഴ്സ് മുങ്ങി ആൻഡ് സെർച്ച് കണ്ടിന്യൂസ്. എന്താണ്? മുങ്ങി മരിച്ചവർക്കായി തിരച്ചിൽ തുടരുന്നു. അത് നമ്മൾ അവർ മുങ്ങി മരിച്ചവരെ കിട്ടിയെന്നും നമ്മൾ അതിൽ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ഹെഡിങ്സ് നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ സാധിക്കും. സെയിലേഴ്സ് ഡൗണ്ട് ആൻഡ് സെർച്ച് കണ്ടിന്യൂസ്. എന്താണ്? മുങ്ങി മരിച്ചവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പാർട്ട്. The Colombian Navy continues their search to recover the bodies of the 4 sailors drowned in the Caribbean Sea. അല്ലെ, കൊളംബിയൻ നാവി എന്താണ് ചെയ്യുന്നത്? ഇപ്പോഴും മുങ്ങി മരിച്ച സെയിലേഴ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കടലിൽ, ആ കരീബിയൻ സീയിൽ ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുകയാണ്, അവര് കിട്ടിയിട്ടില്ല. ക്ലിയർ? Now develop any of the news headlines into complete news report. നോക്കാം, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഹെഡ്ലൈൻസ് ഒന്ന് വിശദീകരിച്ച് കൊടുക്കാം. നോക്കാം. 4 കൊളംബിയൻ സെയിലേഴ്സ് ഡ്രൗണ്ട്. കൊളംബിയൻ 28 നവംബർ 1990. ഇങ്ങനെയൊക്കെ ഒരു ന്യൂസിന്റെ ഹെഡ്ലൈൻസ് കൊടുക്കുമ്പോൾ ഇത് നിർബന്ധാട്ടോ. അതൊക്കെ എന്താണ്? ലെറ്റേഴ്സ്, അതിന്റെ പ്ലേസും അതിന്റെ ഡേറ്റും കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ക്ലിയർ? അതിന്റെ മുകളിലായിട്ട് ഹെഡിങ്സ്. ഇതൊക്കെ നമ്മൾ പേപ്പറിൽ ചെയ്യുമ്പോൾ വളരെ മനോഹരമായിട്ട് കുറച്ച് വലുതായിട്ട് കൊടുക്കണം കേട്ടോ. ദെൻ Caldas, a Colombian ship, was wrecked in Caribbean Sea and 4 sailors were drowned in last day. അല്ലെ, കൽദാസ് അതിന്റെ പേരാട്ടോ ആ ഷിപ്പിന്റെ. അതെന്ത് ചെയ്തിട്ടുണ്ട്? കരീബിയൻ സീയിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. 4 സെയിലേഴ്സ് ലാസ്റ്റ് ഡേ എന്ത് ചെയ്തിട്ടുണ്ട്? മുങ്ങി മരിച്ചു. The ship was traveling from Mobile, Alabama to Colombian. അത് എങ്ങോട്ട് പോവായിരുന്നു? കൊളംബിയയിലോട്ട് അല്ലെ. അലബാമയിൽ നിന്നും കൊളംബിയയിലോട്ടായിരുന്നു പോയിരുന്നത്. Among the sailors, Velasco was rescued while 4 of his shipmates, Castillo, Carabello, Luis Rengifo and Ramon Herrera drowned. അല്ലെ, ഈ 4 പേരും മരിച്ചു. ബാക്കിയായിട്ടുള്ള വെലസ്കോ എന്ന് പറയുന്ന ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. The Caribbean Navy started searching for the dead bodies. Caribbean Navy ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? അവരെന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? ഡെഡ് ബോഡി കണ്ടെത്താൻ സെർച്ചിങ് തുടങ്ങിയിട്ടുണ്ട്. It is told that many rescue workers will join the team next day. അല്ലെ, എന്താണ്? അടുത്ത ദിവസങ്ങളായിട്ട് കൂടുതൽ ആളുകൾ തിരിയാൻ തുടങ്ങും. ഇത് നമ്മളെപ്പോഴും കാണുന്ന സെയിം ഡയലോഗ്സുകൾ തന്നെയാണ് അല്ലെ, പേപ്പറിൽ കാണുന്ന. സിമ്പിൾ ആണ്, നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. Then activity 4.
Imagine that you are asked to prepare breaking news of the shipwreck and the death of the sailors for TV channel. Write the possible breaking news headlines and present them orally in front of the class. അല്ലെ, ഇപ്പൊ ന്യൂസ് പേപ്പറിൽ ന്യൂസ് സെറ്റ് ചെയ്തു. അപ്പൊ അത് മാത്രമല്ലല്ലോ അല്ലെ, ഇപ്പൊ ടി വിയിലൊക്കെ ന്യൂസ് വായിക്കില്ലേ, ഇനി നിങ്ങൾക്ക് ടി വിയിൽ വായിക്കാനുള്ള ഒരു ന്യൂസ് നിങ്ങൾ തയ്യാറാക്കിയിട്ട് ക്ലാസ്സിൽ വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം, ഇത് നിങ്ങൾ വായിക്കുകയാണ് കേട്ടോ, അത് വായിക്കാൻ വേണ്ടിയിട്ടുള്ളതായിട്ട് കാണണം. ബ്രേക്കിംഗ് ന്യൂസ് നമ്മൾ പറയില്ലേ, ചൂടുള്ള വാർത്ത എന്ന് പറയുന്ന പോലെ ഇപ്പോൾ കിട്ടിയ ബ്രേക്കിംഗ് ന്യൂസ് എന്താണ്? കൊളംബിയൻ ഷിപ്പ് wrecked in കരീബിയൻ സീ അല്ലെ, ഒരു കൊളംബിയൻ ഷിപ്പ് കരീബിയൻ സീയിൽ എന്ത് പെട്ടിട്ടുണ്ട്? അപകടത്തിൽ പെട്ടിട്ടുണ്ട്. എ കൊളംബിയൻ ഷിപ്പ് വാസ് wrecked in കരീബിയൻ സീ. എന്നിട്ട് വീണ്ടും നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കും അല്ലെ, ഹെഡിങ് കൊടുത്തിട്ട് പിന്നെ വീണ്ടും നമ്മൾ പറയുമല്ലോ അല്ലെ, കരീബിയൻ സീ ഒരു കൊളംബിയൻ ഷിപ്പ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. 4 sailors കാസ്റ്റിലോ, കാരബലോ, ലൂയിസ് ലെഞ്ചിഫോ ആൻഡ് റോമൻ ഹെറേറ were drowned and വെലസ്കോ was rescued. അല്ലെ, 4 പേര്, ഈ 4 പേരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. വെലസ്കോ എന്ത് ചെയ്തിട്ടുണ്ട്? രക്ഷപ്പെട്ടിട്ടുണ്ട്. The Caribbean Navy started searching for the dead bodies. Caribbean Sea എന്ത് ചെയ്യുന്നുണ്ട്? The Caribbean Navy എന്ത് ചെയ്തിട്ടുണ്ട്? ഡെഡ് ബോഡീസ് തിരയാൻ വേണ്ടിയിട്ട് സെർച്ചിങ് എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇത് പഠിച്ച് വരുമ്പോ ആ റിപ്പോർട്ടും അതുപോലെ ഇതും എല്ലാം കൂടെ എഴുതി വരുമ്പോ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഏകദേശം എന്താവും? ക്ലിയർ ആയി തുടങ്ങും കേട്ടോ. Then next, let's speak activity 1. Then prepare 10 questions for interviewing the narrator Velasco, who quite unbelievably escaped from the shipwreck. You may attempt this as a pair activity in which one of you can be interviewer and the other the narrator. അല്ലെ, നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി അടുത്ത ക്ലാസ്സിൽ ഒരു ഇന്റർവ്യൂ നടത്തണം. ഇങ്ങനെ ഒരാൾ നാരേറ്റർ മീൻസ് ഒരാൾ വെലസ്കോ ആയിട്ടും നിങ്ങൾ ഇന്റർവ്യൂവർ ആയിട്ട്, നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ആളുമായിട്ട് ഇരിക്കുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുക അല്ലെ. അധികം വലിയ സംഭവമായിട്ട് ഷിപ്രക്കിന് രക്ഷപ്പെട്ട് വന്ന ആളല്ലേ, അപ്പൊ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാണ്. അപ്പൊ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവരോട് ചോദിക്കുക. ക്ലാസ്സിൽ നിങ്ങൾ അപ്പുറത്ത് ഒരാളും ആയിട്ട് ഇരിക്കുക, അപ്പുറത്ത് വെലസ്കോ ഇരിക്കും. നിങ്ങൾ ആരാണ്? ഇന്റർവ്യൂവർ ആണ്. ഓക്കെ, നോക്കാം, അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. When did you first sense of danger? ആ ഫസ്റ്റ് അപകടം നടന്നപ്പോ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്നാണ് ചോദ്യം. Were you prepared to face such a disaster? അല്ലെ, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ദുരന്തം വരുമ്പോ നിങ്ങൾ പ്രിപ്പയർഡ് ചെയ്തത്? നിങ്ങൾ ഇതിന് പ്രിപ്പയർഡ് ആയിരുന്നോ? എങ്ങനെയാണ് നിങ്ങളത് ഫേസ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. What gave you the strength of remain float? വീണ്ടും അതിൽ നീന്തി പൊങ്ങി ഇങ്ങനെ നിൽക്കാനുള്ള സ്ട്രെങ്ത്, ആ പവർ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? What were your feelings when you saw your shipmates drowning? അവര് മുങ്ങിക്കൊണ്ടിരിക്കുമ്പോ, അവരിങ്ങനെ മുങ്ങി താഴ്ന്നത് കണ്ടപ്പോ നിങ്ങളുടെ ഫീലിങ്സ് എന്തായിരുന്നു? ഓക്കെ, why were your shipmates unable to survive? നിങ്ങളുടെ ഷിപ്മേറ്റ്സിന് എന്തുകൊണ്ടാണ് അതിൽ നിന്ന് സർവേ ചെയ്ത് രക്ഷപ്പെടാൻ കഴിയാഞ്ഞത്? ഓക്കെ, how did it feel to be alone at sea? നിങ്ങൾക്ക് എന്താണ് ആ ഒരു കടലിൽ ഒറ്റക്ക് പെട്ടുപോയപ്പോ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? What precautions do you think ships should take to face such a disaster? നിങ്ങളുടെ ഷിപ്പിൽ ഇങ്ങനെ ദുരന്തമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളായിരുന്നു, എന്തൊക്കെ മുൻകൂറായിട്ടുള്ള കാര്യങ്ങളായിരുന്നു നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ? Did you feel like giving up at any point of time? അല്ലെ, Did you feel like giving up any പോയിന്റ് ഓഫ് ടൈമിൽ, ആ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളെ എന്തെങ്കിലും ഒന്ന് ഗിവിംഗ് അപ്പ് ആയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഹാസ് ദിസ് ഇൻസിഡന്റ് ലെഫ്റ്റ് എനി ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഓഫ് യു? അല്ലെ, ഹാസ് ദ ഇൻസിഡന്റ് ലെഫ്റ്റ് എനി ലാസ്റ്റിംഗ് ഇംപ്രഷൻസ് ഓൺ യു? വാട്ട് ആർ യുവർ ഫ്യൂച്ചേഴ്സ് പ്ലാൻ? അല്ലെ, ഇതൊക്കെ നിങ്ങൾക്ക്, ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. കാരണം നിങ്ങൾ കരബലിയോ രക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് തോന്നി, അല്ലെങ്കിൽ കാസ്റ്റിലോ രക്ഷിക്കുന്ന സമയത്ത് എന്ത് തോന്നി, റെഞ്ചിഫയുടെ അടുത്തേക്ക് നിങ്ങൾക്ക് നിരാശ തോന്നിയോ, ആരെ രക്ഷിക്കാനാണ് നിങ്ങൾക്ക് ആദ്യം പോവാൻ തോന്നിയത്? ഇങ്ങനെ പല പല ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം അല്ലെ. ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ എങ്ങനെയാണ് ടൈം കളഞ്ഞത്? നമുക്കറിയാം അദ്ദേഹത്തിന്റെ സാധനങ്ങളൊക്കെ നോക്കിയിട്ടാണെന്നാലും നിങ്ങൾ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്തത് അല്ലെ? എത്ര ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്തു? അവരെപ്പോ വന്ന് നിങ്ങളെ രക്ഷിച്ചു? ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് ഫസ്റ്റ് വന്നപ്പോ അതിന് രക്ഷപ്പെട്ട് വന്നപ്പോ നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് എന്തായിരുന്നു? ഇങ്ങനെ ഇത് കൂടാതെ പല പല ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താൻ കഴിയും അല്ലെ. ഫ്യൂച്ചർ പ്ലാൻസ് ചോദിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ അവസാനിപ്പിച്ചു. എന്താണ് ഇനി നിങ്ങളുടെ അടുത്ത പരിപാടി എന്ന് ചോദിച്ചിട്ട്.
Then activity 2. Suppose you are one of the speaker at a function in which the narrator Velasco is being congratulated. Deliver a speech congratulating his the brave day. അല്ലെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യാണ്, അതെവിടെ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് അദ്ദേഹത്തെ പ്രശംസിച്ചു കൊണ്ടുകൊണ്ട് ഒരു പ്രസംഗം പറയാൻ ഒരു അവസരം കിട്ടുകയാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ പ്രസംഗിക്കും എന്നാണ് ചോദ്യം. പ്രസംഗം എങ്ങനെ തുടങ്ങണം എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അല്ലെ, തുടങ്ങാം. We are gathered here to honor Mr. Velasco, the only surveyor of the Colombian shipwreck. അല്ലെ, നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് gathered മീൻസ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആരെ ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആരെ ആദരിക്കാനാണ്? മിസ്റ്റർ വെലസ്കോയെ. അദ്ദേഹം ആരാണ്? കൊളംബിയൻ ഷിപ്പ്റെക്കിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ഒരേ ഒരു വ്യക്തി, അല്ലെ. As we all know, this survival is quite miraculous and heroic. അല്ലെ, അത് വളരെ അത്ഭുതകരവും വളരെ മിറാക്കിളുമായിട്ടുള്ള ഒരു രക്ഷപ്പെടലാണ്, അല്ലെ, ഹീറോയിക് ആണ്, അല്ലെ, ഒരു നായകതുല്യമാണ്, അല്ലെ. We really appreciate his bravery and presence of mind. അല്ലെ, നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ ആ ധൈര്യത്തെ, ബ്രേവറിയെ നമ്മൾ എന്ത് ചെയ്യണം? ഹോണർ ചെയ്യണം, അല്ലെ, ആദരിക്കണം. ആൻഡ് പ്രസൻസ് ഓഫ് മൈൻഡ്, അദ്ദേഹത്തിന്റെ ആ പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്, അല്ലെ. അതും അദ്ദേഹം നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ തീർത്തും നമ്മൾ എന്ത് ചെയ്യണം? അപ്രീഷിയേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്, അല്ലെ, പ്രശംസിക്കണം. ഹിസ് പേഷ്യൻസ് ആൻഡ് പെർസെവറൻസ് ഷുഡ് ബി ഹോണർഡ്. അല്ലെ, അദ്ദേഹത്തിന്റെ ആ ഒരു ഉത്സാഹം ബോധവും അതുപോലെ അദ്ദേഹത്തിന്റെ ക്ഷമയും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹോണർ ചെയ്യണം എന്നാണ് പറയാം. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, ആദരിക്കേണ്ടത് ഒന്ന് തന്നെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഹിസ് റിയൽ ഹീറോ ബൈ ഓൾ മീൻസ്, എല്ലാ തലത്തിലും എല്ലാ അർത്ഥത്തിലും. ബൈ ഓൾ മീൻസ് എന്താ? എല്ലാ അർത്ഥത്തിലും അദ്ദേഹം എന്താണ്? ഒരു ഹീറോയാണ്. He would be a role model for the coming generation. നമ്മുടെ അടുത്ത തലമുറക്ക് അദ്ദേഹം ഒരു റോൾ മോഡലാണ്. It's my privilege to congratulate Mr. Velasco on behalf of all my friends. അല്ലെ, ഇത് എനിക്ക് തന്നെ എന്താണ്? ഇതൊരു എനിക്കൊരു അഭിമാനമാണ്. അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, കൺഗ്രാജുലേറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയത് എനിക്ക് അഭിമാനമാണ്. Let his bravery be an inspiration to us. Let me conclude my words. അല്ലെ, അദ്ദേഹത്തിന്റെ ആ ധൈര്യം നമുക്ക് എന്നും എന്താണ്? വരും തലമുറക്കും നമുക്കും എല്ലാം അദ്ദേഹത്തിന്റെ ആ ഒരു ധൈര്യം എന്താണ്? ഒരു ഇൻസ്പിറേഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഇങ്ങനെയാണ് നമ്മളൊരു സ്പീച്ച് പറയേണ്ടത്. ക്ലിയർ? സോ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. ഒരു ആക്ടിവിറ്റി പഠിച്ചാൽ ബാക്കി ആക്ടിവിറ്റി ഒക്കെ സെയിം ആണ്, അല്ലെ, ഒരു മാറ്റമല്ല. ഇപ്പൊ എല്ലാ ആക്ടിവിറ്റിയുടെയും ഉള്ളിൽ കണ്ടന്റ് വന്നത് എന്താണ്? ഒന്ന് തന്നെയാണ്, അല്ലെ. ഫുൾ ആക്ടിവിറ്റിയുടെയും കണ്ടന്റ് എന്തായിരുന്നു? സ്പീച്ച് ആണെങ്കിലും, ഇങ്ങോട്ടുള്ള സ്പീച്ച് ആണെങ്കിലും, അങ്ങോട്ടാണെങ്കിലും, പ്രസംഗമാണെങ്കിലും, ന്യൂസ് ഹെഡ്ലൈൻസ് ആണെങ്കിലും, ടിവിയിലുള്ള ന്യൂസ് ആണെങ്കിലും, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആണെങ്കിൽ പോലും എല്ലാം ഒന്ന് തന്നെയായിരുന്നു. സെയിം കണ്ടന്റ് ആണ് എല്ലാത്തിലും വന്നത്. അപ്പൊ ഒന്ന് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇത് ഏത് ആക്ടിവിറ്റി വന്നാലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഓക്കെ, സോ നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം ബാക്കി ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.